ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങളിൽ പിഴ ഈടാക്കുന്നതിന്റെ സമയപരിധി നീട്ടിയിരിക്കുകയാണ്. ജൂൺ 5 മുതൽ മതിയെന്നാണ് ഗതാഗത വകുപ്പ് ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. ഇരുചക്ര വാഹനത്തിൽ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഇളവ് നൽകുന്നതിൽ നിയമോപദേശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ഈ മാസം 20 മുതൽ പിഴ ഈടാക്കാനായിരുന്നു മുൻ തീരുമാനം. അതിനു മുൻപ് 1 മാസം ബോധവൽക്കരണം എന്ന രീതിയിൽ മുന്നറിയിപ്പ് നോട്ടീസ് നൽകുമെന്നും ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കെൽട്രോണും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് മുന്നറിയിപ്പ് നോട്ടീസ് അയക്കുന്നത് വൈകി 5-ാം തീയതി മുതലാണ് ബോധവൽക്കരണം തുടങ്ങിയത്. അത് 1 മാസം നൽകാൻ വേണ്ടിയാണ് പിഴ ഈടാക്കുന്നത് 5ലേക്ക് മാറ്റാൻ കാരണം. ഈ സമയപരിധിയിൽ കൺട്രോൾ റൂമുകളിലേക്കുള്ള മുഴുവൻ ജീവനക്കാരെയും വിന്യസിക്കുമെന്ന് കെൽട്രോൺ യോഗത്തിൽ അറിയിച്ചു. അതേസമയം മാതാപിതാക്കൾക്കൊപ്പമുള്ള കുട്ടികളെ പിഴയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വ്യക്തതയായിട്ടില്ല. പിഴ ഈടാക്കേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. പക്ഷേ അത് നിയമവിരുദ്ധമായതിനാൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാവില്ല. പകരം നിയമലംഘനം കണ്ടാലും പിഴ നോട്ടീസ് അയക്കേണ്ടെന്ന് അനൗദ്യോഗിക നിർദ്ദേശം നൽകും. അതിനൊപ്പം നിയമോപദേശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് അവരുടെ അച്ഛനമ്മമാർക്കൊപ്പം പുറത്തിറങ്ങാൻ സാധിക്കാത്തത് വളരെയേറെ വിഷമകരമായ കാര്യമാണ്. അതും ഈ ഒരു വേനലവധിക്കാലം. തീർച്ചയായും അവർ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് പങ്കുവെക്കുന്ന പല വീഡിയോകളും ഇതിനോടകം വൈറലായി കഴിഞ്ഞു. അതിലൊരു കൊച്ചുമിടുക്കിയുടെ വീഡിയോ കാണാം കാഴ്ചയിലൂടെ. ഹായ് ഫ്രണ്ട്സ്, മുഖ്യമന്ത്രി അറിയുവായി ഞങ്ങൾ കോട്ടില്ലാത്തോണ്ടാണോ ഞങ്ങൾ ബൈക്കിൽ കയറ്റാത്തത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് എനിക്ക് എന്റെ അമ്മയുടെ അച്ഛനെ കൂടെ പോകാൻ ആഗ്രഹമുണ്ട്. നമ്മൾ പാവങ്ങളാണ്, നമുക്ക് കാറൊന്നും പൈസ ഇല്ല, നമ്മളെ ഉള്ളത് ബൈക്കാണ്. മുഖ്യമന്ത്രി ആദ്യം ഒരു കാറ് വാങ്ങിച്ചു, എന്നാൽ ഞാൻ എന്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോവല്ല. അച്ഛനും അമ്മയും കല്യാണത്തിന് പോകുമ്പോ എനിക്കും അവരോട് പോകാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് സങ്കടമുണ്ട് അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോവാത്തോണ്ട്. അമ്മ അച്ഛനെ എവിടെ പോകുമ്പോ ഞങ്ങളെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് പോലീസ് നമ്മളെ നോക്കാൻ ഇവിടെ നിൽക്കണം വീട്ടിൽ. ഇതെങ്കിലും മുഖ്യമന്ത്രി ഞങ്ങൾ ചെയ്തു തരണം. മുഖ്യമന്ത്രിയുടെ ചെറുമക്കൾ കാറിൽ പോകുമ്പോ നമുക്ക് ബൈക്കേ ഉള്ളൂ. മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ ഒരു കാർ വാങ്ങിച്ചാ, ഇല്ലെങ്കിൽ ബൈക്കിലേക്കൊക്കെ സമ്മതിക്കുക. അതുമില്ലെങ്കിൽ നമ്മൾ സമരം ചെയ്യാൻ പോകും. ശിശുദിനത്തിന് അന്ന് നമ്മൾ സമരം ചെയ്യാൻ ആരും ഒന്നും ചെയ്യൂല.